ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസം 28-ാം തീയതി നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. മാത്തമാറ്റിക്സിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ഏറ്റവും ചെറിയ കോണളവ് എത്രയാണെന്ന് ചോദ്യം. ഇവിടെ ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക 180 അത് മനസ്സിലാക്കി വെക്കുക. ഇവിടുത്തെ അംശബന്ധം അത് 5:3:4. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ അളവ് ഏതാ? 3 ഡിവൈഡഡ് ബൈ ഇത് 3 കൂടെ കൂട്ടും. 5, 3, 4 കൂടെ, അതായത് 12 ഗുണം ആകെ കോണളവുകളുടെ തുക. അതായത് ഇത് 15, 45 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് ഏറ്റവും ചെറിയ കോൺ ചോദിച്ചുകൊണ്ട് ഏറ്റവും ചെറിയ അളവ് ഡിവൈഡഡ് ബൈ ഇത് 3 കൂടെ കൂട്ടുക ഗുണം 180 കോണുകളുടെ തുക, അതായത് 45 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. Z = x + y ആയാൽ x - 10 y 3 ആയാൽ Z = x + y. ഇസഡിൻ്റെ വില കാണാനാണ് ചോദ്യം. എക്സിന് വില കൊടുക്കുന്നു -10 + y 3. അതായത് രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാക്കുകയാണ്, ഒരു മൈനസും ഒരു പ്ലസ്സും. അങ്ങനെ വന്നാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക. 10 - 3 = 7. വലിയ സംഖ്യയുടെ ചിഹ്നം ഇവിടെ മൈനസ്, അതുകൊണ്ട് -7. ഓപ്ഷൻ ബി ആണ് ഉത്തരം, -7. ഓപ്ഷൻ ബി. ഈ കൂട്ടത്തിൽ പെടാത്തത് ഏത്? 12, 48, 24, 16. 16ആണ്. കാരണം 16 മാത്രം ഇതിലൊരു പ്രത്യേകതയുണ്ട്. 16 ഒരു പൂർണ്ണവർഗമാണ്. അതായത് 16 മാത്രം 4ൻ്റെ സ്ക്വയറാണ്. ബാക്കിയൊന്നും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പൂർണ്ണവർഗമല്ല. ഇവിടെ ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാലും ഏറ്റവും വലിയ കോണാണ് ചോദിച്ചെങ്കിൽ വലിയ അളവ് ഏറ്റവും വലുത് 3, 4, 5. 5 ഡിവൈഡഡ് ബൈ ഇത് 3 കൂടെ കൂട്ടും. 5, 3, 4 12 × 180. ഇവിടെ ഏറ്റവും ചെറുത് ചോദിച്ചുകൊണ്ട് ഇവിടെ 5, 3, 4 ഏറ്റവും ചെറുത് 3ആണ്. 3 ഡിവൈഡഡ് ബൈ 3/12 × 180. ഈ 3ഉം 12 കൂടെ കട്ട് ചെയ്തും ചെയ്യാം. 180നെ 4 വെച്ച് ഹരിച്ചാൽ നമുക്ക് 45 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ Z = x + y എന്ന് തന്നിട്ടുണ്ട്. എക്സിൻ്റെ വില -10ഉം വൈയുടെ വില 3ഉം ആയാൽ സെഡിൻ്റെ വില എത്ര? അതായത് Z = x + y. എക്സിൻ്റെ വില കൊടുക്കുന്നു -10 പ്ലസ് വൈയുടെ വില കൊടുക്കുന്നു 3 സമം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലിയ സംഖ്യയുടെ ചിഹ്നം 10 - 3 = 7. വലിയ സംഖ്യ ഇവിടെ 10ആണ്. 10ൻ്റെ ചിഹ്നം -7 വരും. കൂട്ടത്തിൽ പെടാത്തത് 12, 48, 24, 16. ഇവിടെ 16ആണ് ഉത്തരം. 16 മാത്രം ഒരു പൂർണ്ണവർഗമാണ്, ഒരു സംഖ്യയുടെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ. മറ്റതൊന്നും പൂർണ്ണവർഗമല്ല, അതുകൊണ്ട് 16ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി. ഇവിടെ 6ൻ്റെ ആദ്യത്തെ 6 ഗുണിതങ്ങളുടെ മാധ്യം കാണുക. 6ൻ്റെ ആദ്യത്തെ 6 ഗുണിതങ്ങളെന്ന് പറഞ്ഞാൽ 6 × 1 6, 6 × 2 12, 6 × 3 18, 6 × 4 24, 6 × 5 30, 6 × 6 36. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. 6 + 12 + 18 + 24 + 30 + 36/6 എണ്ണം ആയതുകൊണ്ട്, അതായത് 126/6 വരും. ഉത്തരം 21ആണ്. ഇതിൽ ഓപ്ഷനിൽ ഒന്നും ശരി ഉത്തരമല്ല. 12, 18, 19, 24, 21ആണ് വരുന്നത്. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമയതരത്തിൻ്റെ ചുറ്റളവിന് തുല്യമായാൽ ആ സമയതരത്തിൻ്റെ വശം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനൊരു ഫോർമുലയുണ്ട്. ചതുരത്തിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ, അതായത് 2 × L + B. അത് കണ്ടുപിടിക്കുക നമ്മൾ. 2 × 40 + 30, അതായത് 2 × 70 140 വരും. 140 അതെന്ന് പറയുന്നത് സമചതുരത്തിൻ്റെ ചുറ്റളവിന് തുല്യമാണെന്ന് പറഞ്ഞത്. അതായത് സമചതുരത്തിൻ്റെ വശം A ആണെന്നിരിക്കട്ടെ. വശം A ആണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല എന്തുവാ? 4 × വശം. 4 × സമയത്തിൻ്റെ വശം എന്ന് പറയുന്നത് 140 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വശം കാണാൻ എന്ത് ചെയ്താൽ മതി? സമയത്തിൻ്റെ വശം സമം 140 കൂടെ കിടക്കുന്ന 4 വെച്ച് ഹരിക്കുക /4, അതായത് 35 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 6ൻ്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം കാണുക. അതായത് ആദ്യത്തെ 6 ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ 6 × 1 6, 6 × 2 12, 6 × 3 18, 6 × 4 24, 6 × 5 30, 6 × 6 36. 6, 12, 18, 24, 30, 36. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി മാധ്യം കാണാൻ.
അതായത് 6+12+18+24+30+36 126/6 21 കിട്ടും. ഇവിടെ ഓപ്ഷനിൽ ഒന്നും ശരി ഉത്തരവില്ല. ഇവിടെ 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമയചതുരത്തിൻ്റെ ചുറ്റളവിന് തുല്യമാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവ് നമുക്ക് കണ്ടുപിടിക്കാം. നീളവും ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ചതുരത്തിൻ്റെ ചുറ്റളവ് നമുക്ക് കണ്ടുപിടിക്കാം. ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല P = 2 × L+B. അതായത് 2 × ലെങ്ത് എത്ര 40 പ്ലസ് ബ്രെഡ്ത്ത് 30. 2 × 70 = 140 വരും. ഇവിടെ സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല 4 × വശം. ഇപ്പോൾ A ആണ് അതിൻ്റെ വശത്തിൽ 4A എന്ന് പറയുന്നത് ചതുരത്തിൻ്റെ ചുറ്റളവിന് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 140 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ A കാണാൻ 140നെ 4 കൊണ്ട് ഹരിക്കുക. അതായത് 35 വരും. ഓപ്ഷൻ A ആണ് ഉത്തരം. 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന് നമുക്ക് ഇതിൽ നിന്നും കുറച്ചാൽ മതി. 72.29 53.6 കുറച്ചാൽ മതി. അതായത് ഇന്നൊന്ന് ബോർ ചെയ്ത് 12 6 പോകെ 6 18 18.69 വരും. 72 വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ മതി. ഇവിടെ 9 ഇവിടെ 2 6 പോകാത്തതുകൊണ്ട് ഇവിടുന്ന് ബോർ ചെയ്ത് 12 6 പോകെ 6 ഇവിടെ പിന്നെ 1 11 3 പോകെ 8 18.69 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ 1 2 4 എക്സെട്ര എന്ന ശ്രേണിയിലെ 10ാം പദം എത്ര? ഇതൊരു സമഗുണിത പ്രോഗ്രഷനാണ് GP. അതായത് സമഗുണിത പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സംഖ്യ ഇട്ട് ഗുണിച്ച് വരും. 1 × 2 2 2 × 2 4. അതിനെ കോമൺ റേഷ്യോ എന്ന് പറയും. പൊതുഗുണിതം. അതായത് രണ്ടാമത്തെ പദത്തിനെ ഒന്നാമത്തെ പദം കൊണ്ട് ഹരിച്ചാൽ മതി 6. കോമൺ റേഷ്യോ കാണാൻ. അതായത് അതിൻ്റെ ഫോർമുല 10ാം പദം കാണാൻ AN എന്ന് പറഞ്ഞാൽ AR⁻n−1 എന്ന അതിൻ്റെ ഫോർമുല. പൊതുഗുണിതം. 6 എന്ന് പറഞ്ഞാൽ പൊതുഗുണിതം. അതായത് A ഇവിടെ എത്ര? 1ാം പദം 1 × പൊതുഗുണിതം അല്ലെങ്കിൽ 6 അങ്ങനെ കണ്ടുപിടിക്കും. സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടേം. 2നെ 1 കൊണ്ട് ഹരിക്കുക 2, 4നെ 2 കൊണ്ട് ഹരിക്കുക 2. ഇപ്പോൾ ഇവിടെ 6 എന്ന് പറയുന്നത് 2 ആണ്. AR⁻n−1. ഇവിടെ നമുക്ക് A10 കാണണ്ട. A10 കാണാൻ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് A10ാം പദമാണ് കാണണ്ടേ. A × R⁻10−1. അതായത് A ഇവിടെ എത്ര? 1 × R⁻10−1. 6 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര? R⁻9. 1 × 2⁹. 2⁹ എന്ന് പറഞ്ഞാൽ എത്ര വരും? 512 വരും. അതായത് 2³ × 2³ × 2³ 8ന്റെ ക്യൂബ് 512 വരും. ഓപ്ഷൻ A ആണ് ഉത്തരം. 2 9 തവണ ഗുണിച്ചാലും നമുക്ക് 512 കിട്ടും. ഇനി ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4ാമതും പിന്നിൽ നിന്ന് 20ാമതും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട്? ആകെ എത്ര പേരുണ്ട്? സാധാരണ എപ്പോഴും ചോദിച്ച് കാണാറുള്ളത്. അതിന് ഇത് തന്നേക്കുന്ന 2 അക്കങ്ങളും കൂടെ കൂട്ടുക. ഈ 4ഉം 20ഉം മുന്നിൽ നിന്ന് 4ാമതും പിന്നിൽ നിന്ന് 20ാമതും. ഈ 4ഉം 20ഉം കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. 23 കിട്ടും. ആ മെത്തേഡിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. 23 ഓപ്ഷൻ C ആണ് ഉത്തരം. ഇവിടെ 53.6 എന്ന് പറയുന്നത് 72.29 എത്ര കുറവാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിനകത്ത് തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. 72.29 - 53.6 എന്നുള്ളതിന് 6 0 വേണേൽ കൊടുക്കാം. കുറയ്ക്കുമ്പോൾ നമുക്ക് 18.69 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ 1 2 4 എക്സെട്ര എന്ന സംഖ്യാശ്രേണിയിലെ 10ാം പദം. അതായത് ഇതൊരു സമഗുണിത പ്രോഗ്രഷനാണ്. ജിയോമെട്രിക് പ്രോഗ്രഷൻ. ഇതിൽ 6 എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കണം. അതായത് രണ്ടാമത്തെ ടേമിനെ ഒന്നാമത്തെ ടേം കൊണ്ട് ഹരിക്കുക 2, അല്ലെങ്കിൽ മൂന്നാമത്തെ പദത്തെ രണ്ടാമത്തെ പദം കൊണ്ട് ഹരിക്കുക 4/2 2. അപ്പോൾ R എന്ന് പറയുന്ന പൊതുഗുണിതം. അതായത് ഇവിടെ നമുക്ക് കണ്ടുപിടിച്ചു 2. നമുക്ക് n-ാം പദം കാണാനൊരു വാക്യമുണ്ട്. AN = സമഗുണിത പ്രോഗ്രഷൻ GP ജിയോമെട്രിക് പ്രോഗ്രഷൻ. A × R⁻n−1. A എന്ന് പറയുന്ന ആദ്യ പദം ഇവിടെ എത്രയാണ്? 1. പൊതുഗുണിതം നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ പദത്തെ ഒന്നാമത്തെ പദം കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ
മൂന്നാമത്തെ പദത്തെ രണ്ടാമത്തെ പദം കൊണ്ട് ഹരിക്കുക. അപ്പം നമുക്ക് 2 കിട്ടി. 2 1 ഇൻറ്റു 2 10 പദം, അതായത് 10 - 1, അതായത് 1 ഇൻറ്റു 2/9. 2/9 എന്ന് പറഞ്ഞാൽ 512 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതുമായാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യ 2 കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. 23 ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് മാത്സിൽ മുൻനിരയിലെത്താൻ കഴിയും. 3 മാത്സിൽ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.